കൂടാൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഫുഡ് ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാനാണ് പോകുന്നത്. തൃശ്ശൂരല്ല, മലപ്പുറം കോട്ടയ്ക്കലിൽ സെൽഫി ഫുഡ് ഫെസ്റ്റിവൽ എന്നാണ് അതിന്റെ പേര്. ഭാരത് പെട്രോളിയത്തിന്റെ തൊട്ടപ്പുറത്താണ് ഇത് നിൽക്കുന്നത്. കയറി ചെല്ലുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ ആണ്. എൻട്രൻസ് ഒക്കെ ഒരു ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മട്ടൻ ഹലീം കഴിക്കാനാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് പോയത്. കയറി ചെന്ന് കുറച്ചുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് മട്ടൻ ഹലീമിന്റെ കൗണ്ടർ കാണാൻ പറ്റും. കുത്തുബ് ഷാഹി കൗണ്ടർ എന്നാണ് അവരുടെ പേര്. അവിടെ ഹൈദരാബാദി ഐറ്റംസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. നന്നായിട്ട് സ്ലോ കുക്ക് ചെയ്ത ഹലീമിന്റെ ഫസ്റ്റ് ബൈറ്റ് വായ വെച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇവിടം വരെ വന്ന സമയവും കാശും ലാഭമായി. ലാഭം എന്നല്ല, മുതലായിരുന്നു. അത്രയും അടിപൊളി ഹലീമായിരുന്നു. പ്രാവശ്യം കഴിച്ചതിൽ വെച്ചിട്ട് തന്നെ അടിപൊളി ഹലീമായിരുന്നു. അത് ചിക്കനിലുണ്ട്, മട്ടനിലുണ്ട്. ഞാൻ മട്ടനാണ് കഴിച്ചത്. ഞങ്ങൾ എല്ലാവരും മട്ടൻ തന്നെ കഴിച്ചത്. കാരണം കുറച്ചുകൂടി ടേസ്റ്റ് മട്ടനായിട്ടാണ് ഞങ്ങൾ ഫീൽ ചെയ്തത്. ഹലീം കൂടാണ്ട് ഹൈദരാബാദി ഐറ്റംസ് ആയ ഷാഹി ടുക്ക, ഹൈദരാബാദി ബിരിയാണി, ഇറാനി ചായ, പിന്നെ മുഹമ്മദ് ഖാ സർബത്തൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കൗണ്ടറിലത്തെ എല്ലാ ഐറ്റംസും. പിന്നെ ഞങ്ങൾ പാർസൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ഹലീം. അത് മേടിച്ച കാരണം അവർ ഞങ്ങൾക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഒരു മട്ടൺ സൂപ്പ് വന്നു. അത് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് വേറെ മട്ടൺ സൂപ്പ് കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടി അടിപൊളിയായിരുന്നു ഫ്രീ ആയി കിട്ടിയ ഈ മട്ടൺ സൂപ്പ്. തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കോട്ടക്കൽ അങ്ങാടിക്ക് ഇറങ്ങാൻ വെച്ചാൽ നമുക്ക് മനസ്സും നിറയ്ക്കുക, വയറും നിറയ്ക്കുക. അതിന് മാത്രം ഫുഡ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഫുഡ് ഫെസ്റ്റിവലിൽ മാത്രമല്ല, അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് കോട്ടക്കലൊക്കെ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ വെച്ച് നോക്കുമ്പോൾ ഫുഡിന്റെ ഒരു 5-6 കളിയാണ്. എവിടെ നോക്കിയാലും ഏത് വെറൈറ്റി ഫുഡ് വേണമെങ്കിലും നമുക്ക് കിട്ടും. പിന്നെ ബാക്ക് ടു ദ പോയിന്റ് വരുമ്പോൾ ഹലീം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കഴിച്ചത് കാട ഫ്രൈ, ചിക്കൻ ഫ്രൈ, കല്ലുമക്കായ, പിന്നെ കോളിഫ്ലവർ പൊരിച്ചതുണ്ടായിരുന്നു. ഇതിൽ കാട ഫ്രൈഡും ചിക്കൻ ഫ്രൈഡും ഒക്കെ മസാല ഒന്നായിരുന്നു. പിന്നെ കല്ലുമക്കായയിൽ അരി നിറച്ച് പൊരിച്ചതായിരുന്നു. അങ്ങനെ ചിക്കൻ പൊരിച്ചതും കാട പൊരിച്ചതും ഒക്കെ കഴിച്ചിട്ട് പിന്നെ പോയ കൗണ്ടർ അലീസയുടെ കൗണ്ടർ ആയിരുന്നു. അലീസ അവിടെ ചിക്കനിലുണ്ട്, മട്ടനുണ്ട്. എവിടെ പോയാലും ഞങ്ങൾ മട്ടനാണ് ഓർഡർ ചെയ്തത്. കാരണം മട്ടനാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിരുന്നത്. ഇവിടെ മട്ടനും ചിക്കൻ്റെ അലീസ അല്ലാണ്ട് സൂപ്പുകളുണ്ട്. മട്ടനിലും ബീഫിലും ചിക്കനിലും സൂപ്പ് അവൈലബിൾ ആണ്. പിന്നെ സ്വീറ്റ് ആൻഡ് സോറിന്റെ സൂപ്പ് അവൈലബിൾ ആണ്. എല്ലാത്തിനും 60 rupees ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അത്യാവശ്യം തിരക്കേടില്ലായിരുന്നു. ഇവിടുത്തെ സൂപ്പ് ഞങ്ങൾക്ക് ഇന്നത്തെ കുത്തുബ് ഷാഹിന്ന് കിട്ടിയ സൂപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ സൂപ്പ് ആവറേജ് എന്നല്ല, മോശമായിരുന്നു. അങ്ങനെ സൂപ്പൊക്കെ കുടിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. വെറുതെ ഇരിക്കുമ്പോഴും ടൈം ഇങ്ങനെ പോകും. കുറേ പേര് വന്ന് കുറേ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യുന്നു. ഇങ്ങനെ ഫാമിലി ആയിട്ടും ഭയങ്കര എൻജോയ്മെന്റ് ആണ്. അവിടെ ഒരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു നല്ല വൈബിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത കൗണ്ടറിലേക്ക് പോയി കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ. ഞാൻ ഇതുവരെ കണ്ണൂർ കോക്ടെയിൽ കുടിച്ചിട്ടില്ല. പക്ഷെ കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പപ്പായ ഇട്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പപ്പായ എനിക്ക് വെറുതെ കഴിക്കാത്ത ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ഈ കോക്ടെയിൽ കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ണൂർ കോക്ടെയിൽ അല്ലാണ്ട് അവിടെ വേറെ കുറെ ജ്യൂസസും ഷേക്സും അവൈലബിൾ ആണ്. ഞങ്ങൾ വേറെ ഒന്നും ട്രൈ ചെയ്യാൻ പോയില്ല. കാരണം കണ്ണൂർ കോക്ടെയിൽ മാത്രമേ ഞങ്ങളെ കുറച്ചും കൂടി ഇമ്പ്രസ് ചെയ്ത നെയിം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് മാത്രമേ ഞങ്ങൾ ഓർഡർ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഴിച്ചത് കബാബ്സ് ആയിരുന്നു. ചിക്കൻ്റെ കബാബ്സ് ഉണ്ടായിരുന്നു, പ്രോൺസ് ഉണ്ടായിരുന്നു, അമൂർ പൊള്ളിച്ചതുണ്ടായിരുന്നു. ഇതിൽ അമൂർ പൊള്ളിച്ചതും പ്രോൺസും വായ വെക്കാൻ കൊള്ളുണ്ടായിരുന്നില്ല. എന്തോ പഴകിയ ഫിഷിന്റെ പോലെ ടേസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞങ്ങൾ അവരോട് ചോദിക്കുകയും ചെയ്തു. പക്ഷെ അവർ പറഞ്ഞു അത് ഭയങ്കരമായിട്ട് ഫ്രഷ് ആയിരുന്നു. പക്ഷെ വായ വെച്ചാൽ അറിയാം ഫിഷിന് എന്തോ പ്രശ്നമുണ്ട്. അത് കാരണം ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയില്ല. ഒരു ബൈറ്റ് എടുത്തിട്ട് ബാക്കി അവിടെ തന്നെ വെച്ചു. ഫിഷും പ്രോൺസും കൊളായെങ്കിലും ചിക്കൻ കബാബ് അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സ്മോച്ചോട് ഔട്ട്ലെറ്റ് ഉണ്ട്, പാനിപൂരി ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, സ്പ്രിംഗിൾ പൊട്ടാറ്റോ ഉണ്ട്, കൈമ ജ്യൂസ് ഉണ്ട്. അങ്ങനെ കുറേ ഔട്ട്ലെറ്റുകളുണ്ട്. ഞങ്ങൾ എല്ലാ ഔട്ട്ലെറ്റും ഒന്നും ട്രൈ ചെയ്തില്ല. കാരണം മെയിനായിട്ട് ഞങ്ങൾ കഴിക്കാത്തതും പിന്നെ മീൻസ് എപ്പോഴും കിട്ടാത്ത ഡിഷസ് മാത്രമാണ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കിയത്. സ്മോച്ചോട് ഔട്ട്ലെറ്റ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഒന്നും കയറിയില്ല. കബാബ് സെറ്റ് ചെയ്ത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ബുള്ളറ്റുമ്പോൾ അവർ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു ആംബിയൻസിലാണ് കബാബിന്റെ കൗണ്ടർ ഉണ്ടായിരുന്നത്. അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. ഇത് കൂടാണ്ട് അവിടെ എനിമൽസിന്റെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒട്ടകത്തിനെ റൈഡ് ചെയ്യാൻ പറ്റും, പാമ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ലേറ്റ് ആയിട്ട് ഒരു 11:30 ഒക്കെ ആയ കാരണം അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ പോകണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ റംസാനായ എല്ലായിടത്തും കാണുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും ക്യാരറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതിൽ നിന്ന് ഞങ്ങൾ മാങ്ങ കഴിച്ചു. പിന്നെ കുൽക്കി സർവത്തിന്റെ കളികളും മൊജീറ്റോസും ഒക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇതിന് ഒരു ബൂസ്റ്റ് കുലിക്കും ഒരു കുടംകുലിക്കും കുടിച്ചു. കുടംകുലിക്കാണ് കുറച്ചും കൂടി ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമായത്. ബാക്കി ഇഷ്ടം പോലെ ഐറ്റംസ് അവിടെ ഉണ്ട്. അതൊന്നും ഞങ്ങൾ ട്രൈ ആക്കിയില്ല. അങ്ങനെ കുടംകുലിക്ക കുടിച്ച് അവസാനിപ്പിച്ചു. അപ്പം നിങ്ങൾ ഇതുവരെ ഇവിടെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും പോകണം. ഹലീം കഴിക്കാനായിട്ട് മാത്രമായി പോയാലും നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അത്ര അടിപൊളിയായിരുന്നു ഹലീം, അലീസ. ഇത് രണ്ടുമാണ് എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടത്. തൃശ്ശൂരിന് 70 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കോട്ടയ്ക്കൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടേക്കാം. നിങ്ങൾക്ക് എന്തായാലും ഹലീം എന്തായാലും ഡിസപ്പോയിന്റ് ചെയ്യില്ല. ഹലീം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം കൂടി ഉള്ളൂ പെരുന്നാളായില്ലേ. അവരെ ഫുഡ് ഫെസ്റ്റിവൽ തീരുന്നതാണ് അവർ പറഞ്ഞത്. വേഗം പോയി ട്രൈ ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. See you then. Bye.